സോ നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഡിസൈൻ ഓഫ് ആംഗിൾ സെക്ഷൻ പെർലിൻസ് ആണ്. സോ അതിന്റെ ഡിസൈൻ പ്രൊസീജിയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷൻ ആണ്. അപ്പൊ നമ്മൾ ലോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ചെയ്ത പോലെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. റിസോൾവ് ചെയ്യണം, പക്ഷെ നോർമൽ കമ്പോണൻസ് മാത്രം എടുത്താൽ മതി. അവിടെ നമുക്ക് ആംഗിൾ സെക്ഷൻ പെർലിൻസിന് വി ഹാവ് ടു ടേക്ക് ഓൺലി ദി നോർമൽ കമ്പോണൻസ്. അപ്പൊ നോർമൽ കമ്പോണൻസ് മാത്രം നമ്മൾ എടുത്താൽ മതി. അതായത് നമ്മൾക്കിപ്പോൾ ഡബ്ല്യു കോസ് തീറ്റ, അതായത് വെയിറ്റ്, ടോട്ടൽ വെയിറ്റിന്റെ കോസ് വാല്യൂ എടുക്കുക, അതിന്റെ കൂടെ വിഞ്ചും കൂടെ ആഡ് ചെയ്യുക. സോ ആ ഒരു നോർമൽ കമ്പോണന്റ് മാത്രം എടുത്താൽ മതി. അതായത് മറ്റേ പെർപെൻഡിക്കുലർ കമ്പോണന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഡിറ്റർമിൻ ദ സ്ലോപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൈസ് ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ദ സ്പാൻ. സോ അങ്ങനെ നമ്മൾ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുക. സോ ആ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 30 ഡിഗ്രി ആയിരിക്കും ആംഗിൾ സെക്ഷൻ പെർലിൻസിന്. ഓക്കെ, സോ നെക്സ്റ്റ് അതിന് ശേഷം ബെൻഡിങ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഒരു ലോഡ് മാത്രമല്ലേ ഉള്ളൂ, അതായത് നമുക്ക് നോർമൽ ലോഡ്സ് മാത്രമേ ഉള്ളൂ. സോ അതിനെ കൊണ്ടുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് സ്മോൾ WL²/10 ഓർ ക്യാപിറ്റൽ WL²/10 ആയിരിക്കും. സ്മോൾ W എന്ന് പറയുമ്പോൾ അൺഫാക്ടേഡ്, ഇവിടെ ഫാക്ടറൈസ്ഡ് ലോഡ് അല്ല, അൺഫാക്ടറൈസ്ഡ് ലോഡ്സ് എടുക്കുന്നത്. സോ അൺഫാക്ടറൈസ്ഡ് ലോഡ് ആണ്, യൂണിഫോം ലോഡാണ് സ്മോൾ W. ആൻഡ് ക്യാപിറ്റൽ W പറയുന്നത് ഇതിന് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു, യൂണിഫോം ലോഡിനെ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ അൺഫാക്ടേർഡ് കോൺസെൻട്രേറ്റഡ് ലോഡാണ് ക്യാപിറ്റൽ W. ഓക്കെ, സോ അങ്ങനെ ബെൻഡിങ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് വെച്ചിട്ട് ZP റിക്വയർഡ് കണ്ടുപിടിക്കണം. സോ ZP റിക്വയർഡ് ഈസ് ഈക്വൽ ടു, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M/1.33 FY ആണ്. ഈ ഡയറക്റ്റ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ZP കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് ട്രയൽ സെക്ഷൻ ഉണ്ടാക്കണം. സോ ട്രയൽ സെക്ഷന്റെ മിനിമം ഡെപ്ത് എന്ന് പറയുന്നത് 1/45 ഓഫ് ദ സ്പാൻ ആയിരിക്കും. ആൻഡ് മിനിമം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1/60 ഓഫ് ദ സ്പാൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ നമുക്ക് ZP റിക്വയർഡ് ഉണ്ട് ആൻഡ് സ്മോൾ d ആൻഡ് സ്മോൾ b ഉണ്ട് നമ്മുടെ കയ്യിൽ, മിനിമം വാല്യൂസ് ഉണ്ട് എല്ലാത്തിൻ്റെയും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ SP16 സ്റ്റീൽ കോഡ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെക്ഷൻ, അതായത് ഈ വാല്യൂസിനെല്ലാം തന്നെ അടുത്ത് വരുന്ന, ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന സെക്ഷൻ. അതായത് ZP റിക്വയർഡിനേക്കാളും കൂടുതലാണ് നമ്മൾ എടുക്കേണ്ട സെക്ഷന്റെ ZP. സ്മോൾ ഡിനെ കിട്ടുന്ന, ഇവിടെ കിട്ടിയ സ്മോൾ ഡിനെക്കാളും അതിന്റെ അടുത്ത് വരുന്ന വാല്യൂവിനേക്കാളും കുറച്ച് കൂടുതൽ വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിനേക്കാളും കൂടിയ D ആൻഡ് B ഒക്കെ ഉള്ള ഒരു സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിനുശേഷം സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ചെയ്യണം. സോ അതിനുശേഷം ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ഇത്രയും സ്റ്റെപ്സ് ആണ് അവിടെ ഉള്ളത്. സോ അതായത് നമ്മൾ ഐ സെക്ഷൻ ആൻഡ് ചാനൽ സെക്ഷനേക്കാളും കുറച്ചും കൂടെ സ്റ്റെപ്സ് കുറവായിരിക്കും ആംഗിൾ സെക്ഷൻ പെർലിൻസിന്. സോ അതിൻ്റെ ഒരു ഡിസൈൻ പ്രോബ്ലം നമുക്ക് നോക്കാം. സോ നമുക്ക് ഡിസൈൻ പ്രോബ്ലം നോക്കാം. ഡിസൈൻ ആൻഡ് ആംഗിൾ സെക്ഷൻ പെർലിൻ ഫോർ ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ദ സ്പേസിംഗ് ഓഫ് ദ ട്രസ് ഈസ് 8 മീറ്റർ സെന്റർ ടു സെന്റർ. ദെൻ പിച്ച് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1/5 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ പിച്ച് എടുക്കേണ്ടത് നമ്മൾ 1/4 to 1/6 ആ ഒരു റേഞ്ചിൽ നമുക്ക് എടുക്കാം. സോ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ, അതായത് ആംഗിൾ ഓഫ് ദ സെക്ഷൻസ്, ആംഗിൾ ഓഫ് ദ ട്രസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി എന്നാണ് പറയുന്നത്. നമ്മൾ പിച്ച് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വേണം പിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, then spacing of the purlin is 1.5 meter center to center. Load from the roofing material is 250 Newton per meter square. And fifth specification is wind load is 1200 Newton per meter square. So നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ നമ്മൾ ആദ്യം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം. ഓക്കെ, ലോഡ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് ഓഫ് ദ റൂഫിംഗ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് റൂഫിംഗ് മെറ്റീരിയൽ എത്രയാണ് തന്നിട്ടുള്ളത്, ഇറ്റ് ഈസ് 250 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത്. സോ 250 ഇൻറ്റു സ്പേസിംഗ് ബിറ്റ്വീൻ ദ പെർലിൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് 875 ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടും. 875 ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, ദെൻ ഡെഡ് ലോഡ് ഓഫ് പെർലിൻ അസ്യൂം ചെയ്യാണ്. നമ്മൾ എത്രയാണ് അസ്യൂം ചെയ്യുന്നത്, അതായത് ഐ സെക്ഷൻ പെർലിനെ വെച്ച് നോക്കുമ്പോൾ ആംഗിൾ സെക്ഷൻ പെർലിൻ കുറച്ചുകൂടി ചെറുതാണ്. സോ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 65 ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. 65 ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സോ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ടോട്ടൽ ഡെഡ് ലോഡ്. സോ
സോ വെയിറ്റ് ഓഫ് ദ റൂഫിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വിച്ച് ഇസ് 250 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. വെയിറ്റ് ഓഫ് റൂഫിംഗ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു 250 into spacing between purlins വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1.5. സോ വി ഗെറ്റ് 375 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് നമ്മൾ ആംഗിൾ സെക്ഷൻ പർലിന്റെ വെയിറ്റ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലെസ് ദാൻ 100 ആണ്. സോ വി ക്യാൻ സെലക്ട് അസ്യൂം ദ ഡെഡ് ലോഡ് ഓഫ് ദ പർലിൻ is 65 ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ അത് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 അടുത്തത് വെച്ചാൽ അതിനേക്കാളും കുറവായിരിക്കില്ല എന്തായാലും ആംഗിൾ സെക്ഷന്റെ സൈസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡെഡ് ലോഡ് കുറച്ച് കുറവായിരിക്കും. 65 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അസ്യൂം ചെയ്യുന്നത്. സോ ടോട്ടൽ ലോഡ്, ടോട്ടൽ ഡെഡ് ലോഡ് എത്രയാണ്? ഇറ്റ് ഈസ് 375 പ്ലസ് 65. സോ വി ഗെറ്റ് 440 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് വരുന്നത്. സോ ഇതിന് കമ്പോണന്റ് എടുക്കാം. നോർമൽ കമ്പോണന്റ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. നോർമൽ ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ഡെഡ് ലോഡ് വരെ കിട്ടി. സോ അതിന്റെ നമ്മൾ നോർമൽ കമ്പോണന്റ് എടുക്കണമെങ്കിൽ 440 കോസ് തീറ്റ എടുക്കണം. സോ തീറ്റ നമുക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. സോ തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം, അതായത് നമ്മൾ മുന്നേ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലോപ്പ് അഥവാ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് റൈസ് ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് സ്പാൻ ആണ് അല്ലെ, ഹാഫ് ഓഫ് സ്പാൻ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ സ്പാൻ ശരിക്കും തന്നിട്ട് ക്വസ്റ്റിന് മിസ്സിംഗ് ആയിരുന്നു ആ ഡാറ്റ. സോ അത് 8 മീറ്റർ ആയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, സോ റൈസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. സോ പിച്ച് തന്നിട്ടുണ്ടല്ലോ, പിച്ച് എത്രയാണ്? പിച്ച് ഈസ് ഈക്വൽ ടു 1/5. ഓക്കെ, സോ പിച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് റൈസ് ബൈ സ്പാൻ ആണല്ലോ. ഓക്കെ, പിച്ചിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് 1/5 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു റൈസ് ബൈ സ്പാൻ ആണ്. അപ്പൊ റൈസ് കിട്ടും 1/5 ഇൻറ്റു ടോട്ടൽ സ്പാൻ എത്രയാണ്? 8 മീറ്റർ. സോ 8/5 എന്നാണ് കിട്ടുന്നത്. സോ 8/5. സോ വി ഗെറ്റ് 1.6 മീറ്റർ. ഓക്കെ, സോ 1.6 മീറ്റർ ആണ് കിട്ടുന്നത്. സോ റൈസ് എന്ന് പറഞ്ഞാൽ 1.6 ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ദ സ്പാൻ. സ്പാന്റെ ഹാഫ് എന്ന് പറയുന്നത് 8/2 4 ആണ്. സോ 1.6/4 എന്ന് പറയുന്നത് 0.4 ആണ് കിട്ടുക ടാൻ തീറ്റ. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 0.4 കണ്ടു കാൽക്കുലേറ്റർ നമുക്ക് കിട്ടും. സോ വി ഗെറ്റ് ദ വാല്യൂ 21.8 ഡിഗ്രി. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ 30 ഡിഗ്രി ആണ് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, സോ ഇത്ര നമുക്ക് കിട്ടി. ദെൻ തീറ്റ എന്ന് പറഞ്ഞപ്പോൾ എത്രയാണ്? 21.8 ഡിഗ്രി. ഓക്കെ, സോ അങ്ങനെ നമുക്ക് നോർമൽ കമ്പോണന്റ് കണ്ടുപിടിക്കാം. സോ നോർമൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എത്രയാണ്? വിച്ച് ഇസ് 440 cos 21.8 degree. Okay, so we get 408.53 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് വരിക. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? സോ നോർമൽ കമ്പോണന്റ് കിട്ടി. സോ വിൻഡ് ലോഡ് എത്രയാണ്? വിൻഡ് ലോഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് 1200 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇൻറ്റു 1.5 ചെയ്യുക. സോ വി ഗെറ്റ് 1800 ന്യൂട്ടൺ പെർ മീറ്റർ. സ്പേസിംഗ് ഓഫ് ദ പെർലിൻ ആണ്. സോ ടോട്ടൽ ലോഡ് എത്രയാണ്? അപ്പോ അൺഫാക്ടേർഡ് ലോഡ് ആണ് എടുക്കേണ്ടത്. സോ ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. 408.53 plus 1800 we get 2208.53 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് വരിക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? which is equal to WL square by 10 or capital WL by 10 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ്, സെക്കൻഡ് അല്ല തേർഡ് സ്റ്റെപ്പ് ആണ്. അതിന്റെ ഒരു ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. സോ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WL square by 10 ആണ്. ഇവിടെ യൂണിഫോം ലോഡ് ആണ് അല്ലെ. സോ അതുകൊണ്ട് 2208.53 ഇൻറ്റു L എത്രയാണ്? 8 square by 10. Okay, so we get the value 14.135 kilonewton meter എന്നാണ് കിട്ടുന്നത് ബെൻഡിങ് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ZP റിക്വയർഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ZP റിക്വയർഡ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു മൊമെന്റ് അല്ലേ, M ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ZP റിക്വയർഡ് എന്ന് പറയുന്നത് M by
എത്രയാണ് 1.33 FY ആണ് അല്ലേ. സോ 14.135 into 10 raised to 6, 135 into 10 raised to 6 divided by 1.33 into 250. Okay, so we get the value 42.51 into 10 raised to 3 millimeter cube. സോ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ZP റിക്വയർഡ് കിട്ടി. സോ ഇനി നമ്മൾ അതിന്റെ ട്രയൽ സെക്ഷൻ ഉണ്ടാക്കണം. സോ അതിനുള്ള സ്റ്റെപ്പ് എന്താണ്, നമുക്ക് ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/45 ഓഫ് സ്പാൻ ആണ്, 1/45 into 8,000. ഓക്കെ, സോ വി ഗെറ്റ് 178 mm ആണ്. ആൻഡ് width B is equal to 1/60 into 8,000. Okay, so we get 134 mm. So അങ്ങനെ 178ഉം 134ഉം ആണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇതിന്റെ ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് കിട്ടിയത്, ഡെപ്ത് ആൻഡ് ബ്രെഡ്ത്ത് കിട്ടിയത്. സോ ആൻഡ് ഓൾസോ ZP റിക്വയർഡ് ഉണ്ട്. ഈ 3 സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്ഷൻ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ നമ്മൾക്ക് ZP റിക്വയർഡ് കിട്ടിയല്ലോ. സോ അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ആംഗിൾ സെക്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, സോ ആംഗിൾ സെക്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ SP6, ഞാൻ ഇതുവരെ SP16 എന്നാണ് പറഞ്ഞത്, ഒരു മിസ്റ്റേക്കിൽ പറ്റിപ്പോയതാണ്. SP16 എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ അതായത് ഡിസൈൻ എയ്ഡാണ്. സോ SP6 ആണ്, ഇറ്റ് ഈസ് ദ കോഡ് ഫോർ ദി സ്റ്റീലിൻ്റെ ഹാൻഡ് ബുക്കാണ്, സ്റ്റീൽ കോഡിനുള്ള ഹാൻഡ് ബുക്കാണ് SP6 എന്ന് പറയുന്നത്. സോ XP6 ആട്ടോ എടുക്കേണ്ടത്. സോ SP6 ഇതുപോലെ തന്നെ നമുക്ക് കുറേ പോർഷൻസ് കാണാം. സോ നമ്മളിതിൽ നിന്നാണ് ISWB സെലക്ട് ചെയ്തത് കേട്ടോ. ISWBയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇതിൽ നിന്നാണ് എടുത്തത്. നമുക്കിവിടെ വേണ്ടത് ഇനി ഒരു ആംഗിൾ സെക്ഷനാണ്. സോ ചാനൽ സെക്ഷന് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഇവിടെ കിട്ടും. ഇനി ആംഗിൾ സെക്ഷനാണ്. സോ 2 ടൈപ്പ് റോൾഡ് സ്റ്റീൽ ഈക്വൽ ആംഗിൾസും ഉണ്ട്, അൺഈക്വൽ ആംഗിൾസും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒന്നുകിൽ ഈക്വൽ ആംഗിൾസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൺഈക്വൽ ആംഗിൾസ് ചൂസ് ചെയ്യാം. സോ നമുക്കിവിടെ കിട്ടിയ 2 വാല്യൂസും D and B എന്ന് പറയുന്ന രണ്ടും നല്ല എൻറ്റയർലി ഡിഫറെൻറ്റ് വാല്യൂസ് ആണല്ലോ. ഒന്ന് 178 and 134 ആണ്, 178ഉം 134ഉം ആണ്. സോ ഇതിനൊക്കെ അപ്പോൾ നമുക്കതിൻ്റെ അടുത്തുള്ള വാല്യൂ നോക്കാം. ഓക്കെ, സോ 178നേക്കാളും കൂടണം ആൻഡ് D എന്ന് പറയുന്നത് 178നേക്കാളും കൂടണം, D എന്ന് പറയുന്നത് 134നേക്കാളും കൂടണം. സോ അങ്ങനെയുള്ളൊരു സെക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാണ്. സോ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ISA 200/150 മാത്രമാണ്. അൺഈക്വൽ സെക്ഷനിൽ 200/150 എന്ന് പറയുന്നതാണ് അതിനേക്കാളും എന്തായിട്ട് കിട്ടുക. ഓക്കെ, അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ട്, അതായത് D എന്ന് പറയുന്നത് 178നേക്കാളും തൊട്ട് മേലുള്ളത് പിന്നെ 200 ആണ്. അതേപോലെ തന്നെ 134നേക്കാളും കൂടുതൽ ഉള്ളത് 150 ആണ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ISA 200/150 എടുക്കാം. സോ അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് ZP റിക്വയർഡ് എന്ന് പറയുന്നത് ഓക്കെ ZP റിക്വയർഡിനേക്കാളും കൂടണമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഒന്നുകിൽ 200/150/10 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 200/15 150/12 ചൂസ് ചെയ്യാം, 200/150/15 ചൂസ് ചെയ്യാം, 200/150/18 ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. കാരണം തിക്നെസ്സിന് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. സോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്തായാലും നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ ZP റിക്വയർഡ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിരിക്കണം നമ്മൾ എടുക്കുന്ന ZP എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഏത് ചൂസ് ചെയ്താലും ZP റിക്വയർഡിനേക്കാളും കൂടുതലാണ് ZPയുടെ വാല്യൂ, ZP പ്രൊവൈഡഡിൻ്റെ വാല്യൂ. ഓക്കെ, സോ നമുക്കതിൽ ഏത് സെക്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ ചൂസ് ചെയ്യുന്ന സെക്ഷൻ 200/150/15 ആണ് കേട്ടോ. ഓക്കെ അല്ലേ. സോ ഇത് വെച്ചിട്ട് 200/150/15 ആണ് ഞാൻ ചൂസ് ചെയ്യുന്ന സെക്ഷൻ. സോ അത് വെച്ചിട്ട് ഞാൻ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. കോഡിന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു SP16 നോക്കിയപ്പോൾ കണ്ടു, അതായത് ഒരു 200/150/10 എന്ന് പറയുന്ന ആ സെക്ഷൻ ഓൾമോസ്റ്റ് അതിന്റെ ZP എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതലാണ്, ആൻഡ് D എന്ന് പറയുന്നതിനേക്കാളും തൊട്ട് കൂടുതലാണ്, ആൻഡ് Dയും Bയും ഒക്കെ ഇതിന്റെ അടുത്ത് വരും. സോ ഇതിനേക്കാളൊക്കെ കൂടുതലായിരിക്കും കേട്ടോ അതിന്റെ വാല്യൂ. സോ ലെറ്റ് us try the section. Let us try that section. Okay, 200/150/10 mm. സോ ഈ ഒരു സൈസിലുള്ള ആംഗിൾ സെക്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ അതിന്റെ ZP പ്രൊവൈഡ്, അതിന്റെ ZP എത്രയാണ്? ZP എന്ന് പറയുന്നത് 145.4 into 10⁻³ ആണ്. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 200 ആണ്, ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 150 ആണ് അല്ലെ.
ഓക്കെ, സോ അപ്പൊ എല്ലാ പ്രോപ്പർട്ടീസും എന്തായാലും അത് ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമുക്കത് ഓക്കെ ആയിട്ടാണ് കിട്ടുന്നത്. സോ അതിന്റെ സെക്ഷൻ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. സോ ഡി ഈസ് ഈക്വൽ ടു 200 mm ആൻഡ് ടി എന്ന് പറയുന്നത് 150, സോറി ബി എന്ന് പറയുന്നത് 150 mm ആൻഡ് ടി എന്ന് പറയുന്നത് വിച്ച് ഇസ് 15 mm. ZXX എന്ന് പറയുന്നത് 145.4 into 10⁻³ ആണ് mm³. ഓക്കെ, അതേപോലെ തന്നെ IZZ എന്ന് പറയുന്നത് IXX എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 2005.6 into 10⁻⁴ mm⁴ ആണ്. സോ ഇത്രയും സെക്ഷൻ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ആ കോഡിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. ആംഗിൾ സെക്ഷന്റെ കോഡിൽ നിന്ന് കിട്ടിയ പ്രോപ്പർട്ടീസുകളാണിത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബി ബൈ ടിയും ആൻഡ് ബി ബൈ ടിയും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ബി ബൈ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 150/15 ഈസ് ഈക്വൽ ടു 10 അതേപോലെ തന്നെ ഡി ബൈ ടിയുടെ വാല്യൂ 200/15 ഇറ്റ് ഈസ് ഈക്വൽ ടു 13.33. ഈ ക്രൈറ്റീരിയ വരുന്നത് നമുക്ക് ഏത് ക്ലാസ് ആണെന്ന് നോക്കാം. സോ ഫോർ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ടേക്ക് table 2 പേജ് നമ്പർ 18 in IS 800 2007. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആദ്യം ചാനൽ ഓർ ഐ സെക്ഷൻ ഡിസൈൻ ചെയ്ത സമയത്ത് അവിടെ B/TFൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതായത് റോൾഡ് സെക്ഷനാണ് എടുക്കുന്നത്. റോൾഡ് സ്റ്റീൽ സെക്ഷൻ ആണല്ലോ. സോ ഔട്ട്സ്റ്റാൻഡിങ് എലമെൻറ്റ് ഓഫ് കംപ്രഷൻ ഫ്ലാഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് B/TFൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.4 എപ്സിലോണിനേക്കാളും, അതായത് 9.4 എപ്സിലോൺ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കണ്ടീഷനാണ്. അതേപോലെ തന്നെ ഓക്കെ, നെക്സ്റ്റ് താഴെ വെബ് ഓഫ് ആൻ ഐ ഓർ എച്ച് സെക്ഷൻ. അപ്പോൾ അതിൽ നോക്കുക. സോ അവിടെ D/TWൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ, അത് ന്യൂട്രൽ ആക്സിസ് അറ്റ് മിഡ് ഡെപ്ത് ആണ്. അതായത് നമ്മുടെ ഐ സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസ് സിമെട്രിക്കൽ ഐ സെക്ഷനാണ്. അതുപോലെ തന്നെ ചാനൽ സെക്ഷൻ ന്യൂട്രൽ ആക്സിസ് അറ്റ് മിഡ് ഡെപ്ത് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ D/TWൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 84 എപ്സിലോൺ ആണ് അല്ലേ. ഓക്കെ, 84 എപ്സിലോൺ ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഐ സെക്ഷൻ മാത്രമാണ്, സോറി, ചാനൽ സെക്ഷൻ ആവുന്ന സമയത്ത് താഴെ വെബ് ഓഫ് ദ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് D/TW എന്ന് പറയുന്നത് 42 എപ്സിലോൺ ആണ്. ഓക്കെ അല്ലേ. സോ അപ്പോൾ ഇതാണ് കണ്ടീഷൻ, പ്ലാസ്റ്റിക് ആവാനുള്ള കണ്ടീഷൻ. അതേസമയം കോമ്പാക്റ്റ് ആൻഡ് സെമി കോമ്പാക്റ്റിൻ്റെ കണ്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഐ സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലാഞ്ചിനും വെബിനും സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ എടുക്കണം. അപ്പോൾ അതായത് ഫസ്റ്റ് നമ്മൾ രണ്ട് കോളംസ് നോക്കണം. ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എലമെൻറ്റ് ഓഫ് ദ കംപ്രഷൻ ഫ്ലാഞ്ച് റോൾഡ് സെക്ഷൻ്റെയാണ് നമ്മൾ എടുക്കേണ്ടത്. സോ B/TF എന്ന് പറയുന്നത് 9.4 എപ്സിലോണിനേക്കാളും ലെസ് ആണെങ്കിൽ പ്ലാസ്റ്റിക്, 10.5 എപ്സിലോണിനേക്കാളും 9.4 എപ്സിലോണിനും 10.5 എപ്സിലോണിനും ഇടയ്ക്കാണെങ്കിൽ കോമ്പാക്റ്റ്, 15.7 എപ്സിലോണിനും 10.5 എപ്സിലോണിനും ഇടയ്ക്കാണെങ്കിൽ സെമി കോമ്പാക്റ്റ്. ഈ രീതിയിലാണ് നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ വെബ് ഓഫ് ഐ ഇതുപോലെ തന്നെ D/TWൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് അറ്റ് മിഡ് ഡെപ്ത് ആവുന്ന കേസിൽ 84 എപ്സിലോൺ എന്നുള്ള രീതിക്കാണ് എടുക്കുന്നത്. അതിനേക്കാളും ചെറുത് അതിൽ വരും, പ്ലാസ്റ്റിക് ആയിട്ട് വരും. 105 എപ്സിലോണിനേക്കാളും ചെറുത് 84 എപ്സിലോണിനേക്കാളും കൂടുതലുള്ളത് കോമ്പാക്റ്റ്. അതുപോലെ തന്നെ 105നും 126നും ഇടയ്ക്കുള്ളത് സെമി കോമ്പാക്റ്റും ആയിരിക്കും. അതിൽ വെബ് ഓഫ് ചാനൽ, അപ്പോൾ നമ്മൾ ചാനലാണ് ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ നോക്കേണ്ടത് വെബ് ഓഫ് ചാനൽ D/TW 42 എപ്സിലോണിനേക്കാളുമാണ് ചെറുതാവേണ്ടത്, 84 എപ്സിലോണിനേക്കാളും അല്ല കേട്ടോ. മറ്റേത് ക്രൈറ്റീരിയ സെയിം തന്നെയാണ്. ഇത് B/TF 9.4 എപ്സിലോണിനേക്കാളും തന്നെയാണ് ചെറുതാവേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആംഗിൾ സെക്ഷൻ ആണല്ലോ. അപ്പോൾ ആംഗിൾ സെക്ഷൻ ആവുന്ന സമയത്ത് ഓക്കെ, B/Tൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ആംഗിൾ കംപ്രഷൻ ഡ്യൂ ടു ബെൻഡിങ്, ആ ഒരു ഇത് നോക്കുക. ആംഗിൾ കംപ്രഷൻ ഡ്യൂ ടു ബെൻഡിങ് ഓക്കെ. B/T എന്ന് പറയുന്നത് 9.4 എപ്സിലോണിനേക്കാളും കുറവായിരിക്കണം ഫോർ പ്ലാസ്റ്റിക് കണ്ടീഷൻ. അതുപോലെ തന്നെ 10.5 എപ്സിലോണിനേക്കാളുമാണ് ചെറുത്. 9.4നും 10.5നും ഇടയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കോമ്പാക്ട് കണ്ടീഷൻ ആയിരിക്കും. അതുപോലെ തന്നെ 10.5നും 15.7നും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അത് സെമി കോമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? B/Tയുടെ വാല്യൂ 10 ആണല്ലേ. സോ അത് 10.5നും 9.4നും ഇടയ്ക്കാണല്ലോ. സോ അതൊരു കോമ്പാക്ട് സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അതേപോലെ
ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ആംഗിൾ സെക്ഷൻ നമ്മൾ അതിൻ്റെ വെബ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ ചെക്ക് ചെയ്യാം. D/T എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 13.33 ആണ്. സോ അതായത് അത് കിടക്കുന്നത് സെമി കോമ്പാക്ട് സെക്ഷനിലല്ലേ, കാരണം 15.7 എപ്സിലോൺ എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ അത് 10.5 ഇടയ്ക്കുള്ളതും 10.5 15.7 ഇടയ്ക്കുള്ള വാല്യൂ ആണ് 13.33. സോ അത് സെമി കോമ്പാക്ട് സെക്ഷനിലാണ് കിടക്കുക. പക്ഷെ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല, ഒന്നുകിൽ കോമ്പാക്റ്റ് അല്ലെങ്കിൽ സെമി കോമ്പാക്റ്റ്. അപ്പോൾ നമ്മൾ കോമ്പാക്ട് സെക്ഷനായിട്ടാണ് അവിടെ എടുക്കുന്നത് കേട്ടോ. സോ കോമ്പാക്ട് സെക്ഷനായിട്ടാണ് ആംഗിൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ കോഡ് നോക്കിയ സമയത്ത് നമുക്ക് കിട്ടി, അതായത് B/Tയുടെ വാല്യൂ ഫോർ ആംഗിൾ സെക്ഷൻ ഷുഡ് ബി ലെസ് ദാൻ 10.5 എപ്സിലോൺ. അതേപോലെ തന്നെ ഫോർ D/Tയുടെ വാല്യൂ ലെസ് ദാൻ 15.7 എപ്സിലോണും ആയിരിക്കണം. പക്ഷെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇത് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇത് എന്തിന്റെ ക്രൈറ്റീരിയ അറിയോ? ഇത് 10.5 എപ്സിലോണിനേക്കാളും കുറവ് കിട്ടാനും അതുപോലെ തന്നെ 15.7 എപ്സിലോണിനേക്കാളും കുറവ് കിട്ടാനും ഉള്ളത് വിച്ച് ഇസ് കോമ്പാക്റ്റിന്റെ ക്രൈറ്റീരിയ ആണ്. സോ ദ സെക്ഷൻ ഈസ് കോമ്പാക്ട്. അത് കോമ്പാക്റ്റിന്റെ ഒരു ക്രൈറ്റീരിയ ആണ് ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. കോമ്പാക്ട് സെക്ഷൻ ഈസ് കോമ്പാക്ട് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അത് സാധാ പോലെ തന്നെയാണ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ഓക്കെ, നോക്കാം എങ്ങനെയാന്നുള്ളത്. സോ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ഡെൽറ്റ പെർമിസിബിൾ L/180 ആണ്. സോ ഇറ്റ് ഈസ് അതായത് അത് മാറ്റമൊന്നുമില്ല കേട്ടോ. അത് ആംഗിൾ സെക്ഷൻ ആയാലും ചാനൽ സെക്ഷൻ ആയാലും ഒക്കെ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് L/180 തന്നെയാണ്. സോ 8000 ഡിവൈഡഡ് ബൈ 180 എന്ന് പറയുന്നത് വിച്ച് ഇസ് 44.44 mm ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അണ്ടർ ലോഡ് ആണ്. ഓക്കെ, സോ ഡെൽറ്റ മാക്സിമം എത്രയാണ് നമുക്ക് കിട്ടുന്നത്? കാൽക്കുലേറ്റഡ് അതായത് ലോഡിനെ കൊണ്ടുള്ള ഡിഫ്ലക്ഷൻ എത്രയാണ്? 5/384 WL/4/EI. ഓക്കെ, അപ്പൊ 5/384 W എത്രയാണ്? ടോട്ടൽ ലോഡാണ്. അത് ഓൾറെഡി നമുക്ക് അത്ര തന്നെയാണ് കിട്ടിയത്, 2208.53 ഇൻറ്റു 8000/4 ഇൻറ്റു 10⁻³ divided by it is 2 into 10⁵ into 2005.6 into 10⁴. Okay, so we get 3.67 into 10⁻³ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ വാല്യൂ എന്ന് പറയുന്നത് which is less than the permissible deflection. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് which is safe ആയിരിക്കും. സേഫ് ആണ്, ഡിഫ്ലക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസൈൻ ഓക്കെ ആണ്. ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ ആംഗിൾ സെക്ഷൻ പെർലിന്റെ ഡിസൈൻ.